ഹലോ ഡെൻസ്വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിന്ന് 2.5 കിലോ പോർക്ക് ഇറച്ചി നാടൻ സ്റ്റൈലിൽ തയ്യാറാക്കിയതാണ് കേട്ടോ. ഇതാ കണ്ടില്ല, നല്ല തിക്ക് ഗ്രേവി അല്ലേ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത്, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂൺ കടുക് വേണം. കടുക് ആദ്യം തന്നെ അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ട്. അതിനുശേഷം അതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ 100 ഗ്രാമോളം ഇഞ്ചി അരിഞ്ഞു വെച്ചത്, തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞു വെച്ചാണ്, കഴുകി അരിഞ്ഞു വെച്ചാണ്. അതുകൂടാതെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, പോർക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങാമരത്തിൻ്റെ ഭാഗത്തുള്ള ആ തോടുണ്ടാവില്ലേ, തോടിൻ്റെ പുറം ഭാഗം കളഞ്ഞിട്ട് ആ അകക്കാമ്പാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഒരു 4-5 കഷ്ണം എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ചേർത്തൊന്ന് പോർക്കിറച്ചി ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി വേണ്ടത് ചുവന്നുള്ളി, ഒരു 15 ചുവന്നുള്ളിയോളം എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കുക. അതോടൊപ്പം തന്നെ അതിലേക്ക് നമ്മുടെ ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മുരിങ്ങയുടെ തോട്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ച് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനം കുറച്ച് തന്നെ അരിഞ്ഞിരിക്കുന്നതാ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വേപ്പില, പച്ചമുളക് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് മല്ലിപ്പൊടി 5 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരളവിലാണ്. പിന്നെ ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. ഇനി പുറമേ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നമ്മുടെ പോർക്കിറച്ചി നന്നായി കഴുകി വെള്ളമെല്ലാം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മുടെ പോർക്കിറച്ചി നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആദ്യം നമ്മൾ കടുക് അരച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ മുരിങ്ങയുടെ തോടൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ അരച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ നമ്മളിവിടെ 2.5 കിലോൻ്റെ അളവിലുള്ള ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ 1 കിലോനൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഉപയോഗിക്കുക. കുരുമുളക് പൊടി, ഗരം മസാല. അപ്പോൾ ഗരം മസാല പുറത്തുനിന്ന് മേടിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 3 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കൂടാതെ നമ്മൾ അരിഞ്ഞ് മാറ്റിച്ചിരുന്ന പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും, അതുകൂടാതെ സവാള, പിന്നെ വേപ്പില, ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടാതെ നമ്മൾ 3 ടേബിൾ സ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനാഗിരി ചില സ്ഥലങ്ങളിൽ ചൊറുക്ക അല്ലെങ്കിൽ ചുരുക്ക എന്നൊക്കെ പറയും. അപ്പോൾ അത് ചേർക്കണം. ഒപ്പം തന്നെ വെളിച്ചെണ്ണ, നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതൊരു 2-3 ടേബിൾ സ്പൂണോളം ചേർക്കാം. അതിനുശേഷം നന്നായി കൈവച്ച് തിരുമി യോജിപ്പിക്കുക. അപ്പോൾ തിരുമി യോജിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം, അതുപോലെ ഗരം മസാലയൊക്കെ നന്നായിട്ട് അതിൽ കയറി പിടിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ മുരിങ്ങയുടെ തോടൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ നന്നായി ഇതിൽ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും കയറി പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതുപോലെ തിരുമ്മി കൊടുക്കണം. തിരുമ്മിയതിന് ശേഷം ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ കറി വെക്കാനായിട്ട്. നന്നായി അമ്മ തിരുമ്മി യോജിപ്പിക്കണേ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇറച്ചിയെല്ലാം നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ കടുകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിലുണ്ടായിരുന്ന മുളക് പൊടി, അതിലൊക്കെ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതാ നമ്മുടെ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒരു 10 മിനിറ്റോളം ഇരിക്കട്ടെ. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം വേപ്പില കൂടി വിതറിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പയ്യെ തീ ഓൺ ചെയ്യാം. നന്നായിട്ട് ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ ചെറുതീയിൽ വേണം വെക്കാനായിട്ട്. ആദ്യം വെക്കുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിൽ വെക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇറച്ചിയിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കുറുകി വരണം. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലധികം
നെയ്യുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നെയ്യെല്ലാം ഉരുകിയിട്ട് ആ നെയ്യുടെ കളർ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 1/4 മണിക്കൂറും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ ഇറച്ചിയുടെയും വേവ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ചെറിയ കിളുന്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാവരും മൂപ്പ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് സമയം എടുക്കുക. ഇപ്പോൾ ഇതാ 1.25 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇറച്ചി ഇവിടെ പാകമായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ആവശ്യത്തിനൊക്കെ ചേർക്കാട്ടെ ഈ സമയത്ത്. നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കറിലുണ്ടാക്കിയ പോർക്ക് വിന്താലു, അതുപോലെ തന്നെ ബീഫ് വിന്താലു, മമ്മിയുടെ സ്പെഷ്യൽ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി നോക്കൂ. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്, നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ അകത്തൊരല്പം വെളിച്ചക്കുറവായാണ്, നമ്മളൊന്ന് പുറത്ത് വന്ന് നമുക്കതിൻ്റെ ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് ഇഷ്ടം ശരിക്കും ഇതിൻ്റെ കളറെന്ന് പറയണത്. അപ്പോൾ നിങ്ങളൊന്ന് ഒത്തുകൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.